പ്രിയപ്പെട്ട താരങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം നമ്മൾ പ്രേക്ഷകരെ ഞെട്ടിക്കാറുണ്ട്. അത്തരത്തിൽ ഒന്നായി മാറുകയാണ് സൗഭാഗ്യ വെങ്കടേഷ് പങ്കുവച്ചൊരു പോസ്റ്റ്. എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. ആ ചക്കര എന്നുള്ള വിളി എപ്പോഴും ഹൃദയത്തിലുണ്ടാകും. ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടാണ് ഒരു സ്റ്റോറിയുമായി സൗഭാഗ്യ എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തു. ഫിറോസ് ഫാസിൽ എന്ന വ്യക്തിയെയാണ് ഇപ്പോൾ എല്ലാവർക്കും നഷ്ടമായിരിക്കുന്നത്. തിരുവനന്തപുരം കവടിയാർ സ്വദേശി സൗഭാഗ്യയും അർജുനുമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ്. ഒരു കാർ പ്രേമി ആയതുകൊണ്ട് തന്നെ അർജുനും സൗഭാഗ്യയുമായി അടുക്കാൻ മറ്റ് കാരണങ്ങളൊന്നും വേണ്ടി വന്നിരുന്നില്ല. വളരെ പെട്ടെന്നാണ് അവർ തമ്മിലുള്ള അടുപ്പം ഉണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിച്ചിരിക്കുന്നത്. ആദരാഞ്ജലികൾ വിട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മുതൽ ഓരോരുത്തരും പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഫിറോസിന് എത്ര പെട്ടെന്നാണ് പോകേണ്ടി വന്നത് എന്നത് എല്ലാവരെയും തന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ചെറിയ പ്രായത്തിലെ തന്നെ മരിച്ചു പോവുക, അല്ലെങ്കിൽ കുടുംബത്തിന് അത്താണിയായിരുന്ന ഒരു വ്യക്തി മരിച്ചു പോവുക, ഇതൊക്കെ നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ അത്തരത്തിലൊരു വാർത്ത തന്നെയാണ് വരുന്നത്. ഫിറോസിനോടൊപ്പം തന്നെ ഫിറോസിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഏറ്റെടുക്കുന്നുണ്ട്. ഫിറോസ് വിവാഹം കഴിച്ചത് മറിയം അഫ്രീനെയാണ്. 2021 ഇരുവരുടെ വിവാഹം. 2021 മാർച്ച് 24 എല്ലാവരും അടിച്ചുപൊളിച്ച് നടത്തിയ ഒരു വലിയ വിവാഹം തന്നെയായിരുന്നു. മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സൗഭാഗ്യയുടെ പോസ്റ്റുകൾ കാണുന്നു. സൗഭാഗ്യം മാത്രമല്ല, നിരവധി പ്രേക്ഷകരാണ് ഇത്തരത്തിൽ കമൻറ്റുമായി എത്തിയിട്ടുള്ളത്. നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി നേർന്നുകൊണ്ടും എത്തിയിരിക്കുന്നത്. ആദരാഞ്ജലി പോസ്റ്റുകൾ പോലും അർപ്പിക്കാനുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ഇതിനിടയിൽ നിൽക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയേറെ വിഷമമാണ് അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. തിരുവനന്തപുരത്ത് എത്രമാത്രം കാറിനെയും ബൈക്കിനെയും ഒക്കെ പ്രേമിക്കുന്നവർക്ക് ഇദ്ദേഹം സുപരിചിതനാണെന്ന് പറഞ്ഞറിയിക്കാനാകില്ല. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാപനവും തന്നെ കയ്യിലുണ്ട്. ഇദ്ദേഹത്തിന് വാഹനങ്ങളോടുള്ള പ്രീതി ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി നേർന്ന് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റഗ്രാമിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പോസ്റ്റുമായി എത്തിയിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഫാസിൽ എന്ന വ്യക്തിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ദാരുണാന്ത്യം ആർക്കും സഹിക്കാനാകുന്നില്ല. നിരവധി താരങ്ങളെയൊന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പോലും സൗഭാഗ്യയുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് തന്നെ പറയാം. 2022 ഇവർക്ക് ഒരു മകൻ ജനിച്ചത്. ഫർഹാൻ ഫിറോസ് എന്നാണ് മകന് പേരിട്ടിരിക്കുന്നത്. ആ മകനും സൗഭാഗ്യയുടെ മകളുമായി തന്നെ വലിയ അടുപ്പത്തിലാണ്. ഇരുവരും കൂട്ടുകാരാണ്. എപ്പോഴും ഒരുമിച്ച് നടക്കുകയും ചിത്രങ്ങളെല്ലാം ഒരുമിച്ചുള്ളതും ഉണ്ടായിരുന്നു. പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.